ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. രാവിലെ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളുത്ത അവലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിന് പകരം ബ്രൗൺ അവൽ വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ അവലൊന്നും കയ്യിലില്ലെങ്കിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുത്താലും മതി. അതൊരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. മൈദ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഒരുപാട് കൂടി പോകരുത് കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചു കൊണ്ടുവന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മിക്സിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. ഇപ്പോൾ നമ്മളിത് ചെയ്തെടുത്തത് രാത്രിയാണ്. ഇനി നമ്മൾ രാവിലെയാണ് കേട്ടോ അത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് നുരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ രാത്രി മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. രാവിലെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും. മാത്രമല്ല അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടായിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിറയെ ഹോള് വന്ന ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്